ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈസ്റ്ററായി. നമ്മൾ യൂഷ്വലി വെക്കാറുള്ള പോർക്ക്, ബീഫ്, ചിക്കൻ, ഡക്ക് ഇതിന്നൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? ഇത്തവണ നമുക്കൊരു ഷാർപ്പ് സ്റ്റൈൽ മുയൽ റോസ്റ്റ് ആയാലോ? നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം. ആദ്യമേ ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലൊരു 7-8 പച്ചമുളക് നടുവേ കീറിയതിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും ചതച്ച മസാല, പൊടിച്ചതല്ല ചതച്ചത്, ഇതിലേക്ക് ചേർക്കുക. മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ലോണം മൂക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്കിനി 3 സ്പൂൺ ചതച്ച ഇഞ്ചിയും 3 സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം 2 തണ്ട് വേപ്പില കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു വലിയ കപ്പ് ചതച്ച ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. എന്തോരം ഉള്ളി കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 3 ഇടത്തരം സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ കൂട്ട് നന്നായി വഴണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 സ്പൂൺ മുളക് പൊടിയും 4-5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. എന്നിട്ട് മസാലയുടെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. നിങ്ങളുടെ രുചിക്കനുസരിച്ച് മസാല കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഞാനിതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ചതച്ച കുരുമുളക് 1.5 സ്പൂൺ ചേർക്കുക. ഇനി ഇത് നന്നായി മൂത്ത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ മുയലിറച്ചി, മീറ്റ് മാത്രം 1.5 കിലോ ചേർക്കുക. ഇത് നന്നായിട്ട് മസാലയിൽ കോട്ട് ചെയ്തതിന് ശേഷം വാഴല വെച്ച് മൂടുക. എന്നിട്ട് ഒരു മൂടി വെച്ച് മൂടുക. ഇതിന് അത്യാവശ്യം കുക്കിംഗ് ടൈം ഉണ്ട്. വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ടൈപ്പ് മീറ്റാണ്. അപ്പം ഇടയ്ക്ക് ഒരു 10-20 മിനിറ്റ് കൂടുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീറ്റിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വാഴല വയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആ മീറ്റിന് വരും. അതുകൊണ്ടാണ് വാഴല വയ്ക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഗ്രേവി ശരിക്കും ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് തുറന്നിട്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഗ്രേവി ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഇത്രയും ഡ്രൈ ആയി പോകുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാകത്തിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കുറച്ചുകൂടെ ഡ്രൈ ആയി കഴിയുമ്പോഴാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ചതച്ച ചെറുജീരകം ചേർത്ത് കൊടുക്കുക. ചതച്ചതാണ്, പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുയൽ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒരു തണ്ട് വേപ്പില കൂടെ ഇതിൻ്റെ മേലെ ചേർക്കുക. എന്നിട്ട് വീണ്ടും വാഴല വെച്ചിട്ട് നന്നായിട്ട് മൂടി കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കുക. ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് മീറ്റിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഷാർപ്പ് സ്റ്റൈൽ മുയൽ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ചുമ്മാ പറയുന്നതല്ല, നല്ല അപാര ടേസ്റ്റാണിതിന്. സോ ഈസ്റ്ററിനോ അതിന് ശേഷമോ ഒരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായും ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.